ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി മുളക് ചാറാണ്. അപ്പോൾ നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വെജിറ്റേറിയൻകാർക്ക് നല്ല രീതിയിൽ നമുക്കൊരു മീൻ കറി കഴിക്കാൻ ഒരു ടേസ്റ്റോടെ ചോറ് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തക്കാളി മാത്രം മതി മുളക് ചാറ് വെക്കണത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു 1/2 കിലോ തക്കാളി നിങ്ങൾ കൂട്ടിക്കോ. ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കണം. വിഷം അടിച്ച പച്ചക്കറികളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി അരിഞ്ഞ് 1 സ്പൂൺ ഉപ്പും ഇട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ കൂടെ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എരിവ് നമുക്ക് നല്ല രീതിയിൽ വേണ്ട, ചെറിയ രീതിയിൽ എരിവ് മതി. അതാണ് 2 പച്ചമുളക് ഇട്ടുകയാണ്. പച്ചമുളകിൻ്റെ ടേസ്റ്റും കൂടി ഇതിന് വേണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എന്ന് വെച്ചാൽ തക്കാളി വെന്ത് ഉടഞ്ഞ് കിട്ടണം. എന്ന് വെച്ചാൽ തക്കാളി നമുക്കതിൽ ഇങ്ങനെ കട്ടയിട്ട് കിടക്കണം, കാണാൻ പാടില്ല. ആ രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. എന്തേ കണ്ടോ, ഈ ഒരു പാകമാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഉടയാത്ത സമയത്ത് ഉടച്ചൊക്കെ എടുക്കാം. ഒരു വലിയ മുറി, ഒരു 1/2 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചിരണ്ടി ഒരു 3 സ്പൂൺ മുളക് പൊടിയിട്ട് മാത്രം നല്ല കുറുകുറ എന്നുള്ള രീതിയിൽ അരച്ചെടുക്കാം. നല്ല കുറുകിയ പാകത്തിന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി വെന്തുടഞ്ഞ് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു വലിയ ഗ്രേവി വേണ്ട, ഒരു തിക്ക് ചാറ് എന്ന രീതിയിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെട്ടി കുറച്ച് നേരം നമ്മളിത് തിളപ്പിക്കണം. എന്ന് വെച്ചാൽ അരപ്പ് മൂപ്പിച്ചിട്ടില്ല. അരപ്പൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് വെട്ടി തിളക്കണം. അപ്പോൾ ദേ നമ്മുടെ വെട്ടി തിളച്ച് ഏകദേശം കുറുകിയ പാകമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ചുവന്നുള്ളി, കൊല്ലമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോഴത്തേക്കും ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് അത് മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ആ അരപ്പിലേക്ക്, എന്ന് വെച്ചാൽ തക്കാളിയുടെ ആ കൂട്ടാത്തിലേക്ക് നമുക്ക് ആ മുളകും ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ചതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുളക് ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.